بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ത്വലാഖ് ചൊല്ലപ്പെടുകയോ അതുപോലെ തന്നെ ഭർത്താവിന്റെ വിയോഗം മൂലം, മരണം മൂലം വിധവയായി മാറുകയോ ചെയ്ത അത്തരത്തിലുള്ള സ്ത്രീകൾ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത് വിധവകളായ സ്ത്രീകൾ അവരുടെ ഭർത്താവിന്റെ മരണാനന്തരം ആചരിക്കേണ്ടുന്ന ഇദ്ദയുടെ കാലാവധിയും അതിന്റെ മര്യാദകളെ സംബന്ധിച്ചുമായിരുന്നു. ഇനി അതല്ലാത്ത ഇദ്ദകളും ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇദ്ദ എന്ന് പറയുന്നത് എന്താണെന്ന് മുമ്പ് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. വിഷയം മനസ്സിലാകുവാൻ വേണ്ടി ചുരുക്കി പറഞ്ഞാൽ, വിവാഹമോചനം നേടിയ അല്ലെങ്കിൽ വിവാഹമോചിതയായ ഒരു സ്ത്രീ വിവാഹമോചനത്തിന്റെ ശേഷം അവൾ കാത്തിരിക്കേണ്ടുന്ന, പ്രത്യേകമായ നിയമങ്ങളോടെ അവൾ കാത്തിരിക്കേണ്ടുന്ന ഒരു കാലപരിധി, അത് കഴിഞ്ഞിട്ടേ മറ്റു വിവാഹത്തിനൊക്കെ അവൾക്ക് അനുവദനീയതയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനാണ് ഇദ്ദ കാലഘട്ടം, ദീക്ഷാകാലം എന്നൊക്കെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന ആ പ്രത്യേകമായ ആചരണം. അതിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ, വിധവയുടെ ഇദ്ദയുടെ കാലാവധി 4 മാസവും 10 ദിവസവുമാണെന്നും ആ കാലയളവിൽ ആ വിധവ ആചരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നും കഴിഞ്ഞ നമ്മുടെ വിശദീകരണത്തിൽ വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതല്ലാത്ത നിലക്കുള്ള വിവാഹമോചിതകളായ സ്ത്രീകളുടെ ഇദ്ദയെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതായത് സ്വാഭാവികമായ നിലക്ക് മരണം മൂലം വേർപെട്ടതല്ല. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് ചൊല്ലിയ സ്ത്രീ ആചരിക്കേണ്ടുന്ന ഇദ്ദ, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ആചരിക്കേണ്ടുന്ന ഇദ്ദ, ഋതുമതിയായ അഥവാ മെൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്ത്രീ വിവാഹമോചിതയായി കഴിഞ്ഞാൽ അവൾ എത്ര കാലം കാത്തിരിക്കണം മറ്റൊരു വിവാഹത്തിന്, അതല്ലെങ്കിൽ എത്ര കാലമാണ് അവൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇദ്ദ? ഇത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 228 ആയത്തിൽ, വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂഅ്, വൽ മുത്തല്ലഖാത്തു വിവാഹമോചിതകളായ സ്ത്രീകൾ
യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന, അവരുടെ സ്വദേഹങ്ങളുമായി അവർ കാത്തിരിക്കണം. സലാസത ഖുറൂഇൻ, 3 ആർത്തവ ശുദ്ധി കാലഘട്ടം. വിവാഹമോചിതയായ ഒരു സ്ത്രീ മറ്റൊരു വിവാഹത്തിന് അവൾക്ക് അനുവാദം കിട്ടണമെങ്കിൽ, ഒരു മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീക്ക് ഇന്ന് ഭർത്താവ് അവളെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ഭർത്താവിന് വേണമെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ വിവാഹം കഴിക്കാം. അതേ അവസരത്തിൽ ഒരു സ്ത്രീ അങ്ങനെയല്ല. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് ഇനി അടുത്തൊരു വിവാഹം നടക്കണമെങ്കിൽ ഈ വിവാഹമോചിതയായ ആ സ്ത്രീ കാത്തിരിക്കേണ്ടുന്നൊരു കാലമുണ്ട്. അത് മെൻസസ് ഉള്ള അഥവാ മെൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവായുള്ള മൊത്തത്തിൽ അങ്ങനെയാണല്ലോ, അവർ 3 മാസം കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. 3 മാസം എന്നല്ല പ്രയോഗം, സലാസത ഖുറൂ എന്നാണ്. നമ്മൾ പഠിച്ചിരിക്കണം സലാസത ഖുറൂ. ഈ ഖുറൂ എന്ന അറബി പദത്തിന് പരിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ 228-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറ, അതിൽ കാണുന്ന ആയത്താണിത്. വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിതകളായ സ്ത്രീകൾ അവരുടെ സ്വദേഹങ്ങളുമായി 3 ഖുറൂ കാത്തിരിക്കട്ടെ. ഈ ഖുറൂ എന്ന അറബി പദത്തിന് 2 നിലക്കുള്ള അർത്ഥത്തിനും സാധ്യതയുള്ള അറബി ഭാഷയിലുള്ള ഒരു പ്രയോഗമാണത്. 2 അർത്ഥത്തിനും അതിൽ ഒരുപോലെ സാധ്യതയുണ്ട്. ഏതാണ് 2 അർത്ഥം? ഒന്ന്, ശുദ്ധികാലത്തിനും ഖുറൂ എന്നാണ് പറയാ. ആർത്തവകാലത്തിന്, അശുദ്ധികാലത്തിനും എന്തെന്നെ പറയാ? ഖുറൂ എന്ന് തന്നെയാണ് പറയാ. അപ്പൊ ഖുറൂ എന്നുള്ളതിന് ശുദ്ധികാലമെന്നും അർത്ഥമുണ്ട്, ആർത്തവകാലമെന്നും പറയാൻ പറ്റാവുന്ന ഒരു പദമാണത്. ശുദ്ധികാലം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ അർത്ഥം നൽകിയത്. അതായത് വിവാഹമോചനം നടക്കുമ്പോഴുള്ള ശുദ്ധി. ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലാൻ അനുവദിക്കപ്പെട്ടത് എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കേൾക്കണം എന്നാണ് എനിക്ക് എന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്. ഇത് കേവലം ഒരു സംസാരം കേട്ടു പോകുന്ന രൂപത്തിലായാൽ നമുക്ക് പഠിക്കാൻ കഴിയൂല. വിഷയങ്ങൾ ശരിക്ക് പഠിക്കണമെങ്കിൽ ആവശ്യമായ പഠനങ്ങൾ നമ്മൾ നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ കേട്ട് പോകലേ ഉണ്ടാവുള്ളൂ. പിന്നൊരു മസ്അല വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ ബന്ധപ്പെട്ടവരിൽ തന്നെ ഒരു വിഷയം വരുമ്പോൾ അങ്കലാപ്പിലാകും. അതുകൊണ്ടാണ് പറയുന്നത്, കഴിഞ്ഞ നമ്മുടെ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്വലാഖ് ചൊല്ലണമെങ്കിൽ തന്നെ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. ഒരു സ്ത്രീ ആർത്തവകാരിയാകുന്ന ഘട്ടത്തിൽ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. ആ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി ശുദ്ധികാലത്തെ ഒരാൾക്ക് തന്റെ ഭാര്യയെ, അത് തന്നെയും ആ ശുദ്ധികാലത്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും പാടില്ല. എന്നിട്ടായിരിക്കണം ത്വലാഖ് ചൊല്ലേണ്ടത്. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീ 3 ശുദ്ധികാലം കാത്തിരിക്കണം വേറൊരു വിവാഹത്തിന് എന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇദ്ദാകാലം. ഈ 3 ഖുറൂ എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് ആണ് ഞാൻ വിശദീകരിക്കുന്നത്. ഖുറൂ എന്ന് പറഞ്ഞാൽ 3 ശുദ്ധികാലത്തിനും പറയാം, 3 ആർത്തവകാലത്തിനും പറയാം. അതുകൊണ്ട് 2 അർത്ഥത്തിനും സാധ്യതയുള്ള പദപ്രയോഗമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നത് എന്നതിനാൽ പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ഈ സ്ത്രീകളുടെ ഇദ്ദയെ സംബന്ധിച്ചും 2 അഭിപ്രായമുണ്ട്. കാരണം ആ 2 അഭിപ്രായത്തിനും ഈ ആയത്തിൽ സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ശുദ്ധികാലം എന്ന് വെക്കുമ്പോൾ ഒരു സ്ത്രീ എത്ര കാലം കാത്തിരിക്കണം? അവളെ ശുദ്ധികാലത്താണല്ലോ ത്വലാഖ് ചൊല്ലപ്പെടുക. അങ്ങനെ ത്വലാഖ് ചൊല്ലപ്പെട്ട ആ ശുദ്ധികാലം 1, അത് കഴിഞ്ഞ് ആർത്തവമുണ്ടായി 2ാമത്തെ ശുദ്ധികാലം, വീണ്ടും ആർത്തവമുണ്ടായി 3ാമത്തെ ശുദ്ധികാലം. ഈ 3ാമത്തെ ശുദ്ധികാലം കഴിഞ്ഞ് ആർത്തവത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ പെണ്ണിന്റെ ഇദ്ദാകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ അത്രയാണ് കാത്തിരിക്കേണ്ടത്. അവളെ വേണമെങ്കിൽ വേറൊരാൾക്ക് വിവാഹം കഴിക്കാം. അതാണ് അവളുടെ ഇദ്ദാകാലം. ഇനി അതേ അവസരത്തിൽ ഇതിന് തന്നെ നമ്മൾ ആർത്തവകാലം എന്ന അർത്ഥം വെച്ചാലോ, അപ്പൊ എങ്ങനെ സംഭവിക്കുക? അങ്ങനെ വരുമ്പോ 3ാമത്തെ ആർത്തവം കഴിഞ്ഞ് അടുത്ത ശുദ്ധി ആരംഭിക്കുമ്പോഴാണ് 3 ഖുർആൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ 2 ആയിരുന്നാലും അധികം ദിവസങ്ങളൊന്നും വലിയ വ്യത്യാസം വരൂല. ഏകദേശം ഒരു 2-3 മാസം. അതൊക്കെ കണക്കാക്കുന്നത് ഈ മെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളാണ്. ഇതൊന്നും ആളുകൾ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല. ആളുകൾ കല്യാണം എന്നാണ് നടത്തുക. അപ്പോ എത്ര ആളുകളുണ്ട് വിധവകളുടെ ഇദ്ദയെ സംബന്ധിച്ച് പോലും അറിയാത്ത ആളുകളുണ്ട്. അതിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ആളുകളുണ്ട്.
ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ആളുകളുണ്ട്, അറിവില്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ 3 ശുദ്ധികാലമോ അല്ലെങ്കിൽ 3 ആർത്തവകാലമോ ആണ് ഒരു വിവാഹമോചിതയായ നോർമൽ ഒരു സ്ത്രീ ത്വലാഖ് ചൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവൾ കാത്തിരിക്കേണ്ടുന്ന ഇദ്ദാകാലം അഥവാ ദീക്ഷാകാലം. അത് കഴിഞ്ഞിട്ടേ അവൾക്ക് വിവാഹത്തിന് അനുവാദമുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള സ്ത്രീകൾ തന്നെ ത്വലാഖ് ചൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഭർത്താവുമായി തീരെ ശാരീരികമായ ബന്ധം നടക്കാത്ത നിലക്ക് ത്വലാഖ് ചൊല്ലപ്പെടും. അങ്ങനെ സംഭവിക്കാതെ ധാരാളം കേസുകൾ അങ്ങനെ വരാറുണ്ട്. അതായത് വിവാഹമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പല ധാരാളം നടക്കുന്നുണ്ട്. കാരണം ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനുസരിക്കുകയോ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുകയോ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രൂപത്തിലുള്ള ഒരു പൊരുത്തപ്പെടലുകളോ വഴങ്ങിക്കൊടുക്കലോ ഒക്കെ അസാധ്യമായൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്നെല്ലാവരും ചെറുപ്പക്കാരാണ്. എല്ലാവരും നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി എന്ന് പെണ്ണ് അങ്ങോട്ടും ആണിങ്ങോട്ടും ഒരു രൂപത്തിലുള്ള ചർച്ചക്കുള്ള സാധ്യതകൾ പോലും ബാക്കി വെക്കാതെ പരസ്പരം പറഞ്ഞ് പിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത്രത്തോളം സ്വാതന്ത്ര്യമായി പോയി എന്നാണ് വെപ്പ്. അപ്പോ പലപ്പോഴും വിവാഹമോചനങ്ങൾ നടക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞു 1-2 മാസം അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെ കഴിഞ്ഞു, ഇവര് തമ്മിൽ ശാരീരിക യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല, ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടായിട്ടേ ഇല്ല. നിക്കാഹ് നടക്കും ചെയ്തു, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ശാരീരിക ബന്ധത്തിന് ഈ സ്ത്രീ അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് അങ്ങനത്തെ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിയമം വേറെയാണ്. അങ്ങനത്തെ സ്ത്രീ ഇദ്ദയാചരിക്കേണ്ടതുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയട്ടെ, സൂറത്തുൽ അഹ്സാബ് 49-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നകഹ്തുമുൽ മുഅ്മിനാതി സുമ്മ ത്വല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹാ ഫമത്തിഊഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ ജമീലാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാതി, നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം ചെയ്താൽ, സത്യവിശ്വാസിനികളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിച്ചു, എന്നിട്ട് സുമ്മ ത്വല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ മൊഴിചൊല്ലി, നിങ്ങൾ ആ സ്ത്രീകളെ മൊഴിചൊല്ലി. എപ്പോൾ? മിൻ ഖബ്ലി അൻ തമസ്സുഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന്റെ മുമ്പ്. ഇവിടെ സ്പർശനം കൊണ്ട് ഉദ്ദേശം ലൈംഗിക ബന്ധമാണ്, ശരീരത്തിൽ തൊടലല്ല. ശാരീരികമായിട്ടുള്ള ബന്ധം നടക്കുന്നതിന് മുമ്പേ ഈ പെണ്ണിനെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹാ, പിന്നെ നിങ്ങൾ എണ്ണിക്കണക്കാക്കേണ്ടുന്ന യാതൊരു ഇദ്ദയും നിങ്ങളോട് അവർക്ക് ബാധ്യതയില്ല. അങ്ങനത്തെ സ്ത്രീകൾ പിന്നെ ഇദ്ദല്ല ത്വലാഖ് ചൊല്ലുക, പിറ്റെന്നല്ല പെണ്ണിനെ വേറെമെങ്കിൽ വേറെ ആർക്ക് എന്ത് ചെയ്യാം? കല്യാണം കഴിക്കാം. അതിന് ഇദ്ദല്ല. അങ്ങനത്തെ സ്ത്രീകൾക്ക് ഇദ്ദല്ല. എന്താണ് കാരണം? വിവാഹം നടന്നിട്ടേ ഉള്ളൂ, ശാരീരിക ബന്ധം നടന്നിട്ടില്ല, അതിന്റെ മുമ്പേ ത്വലാഖ് നടന്നു, തെറ്റിപ്പിരിഞ്ഞു, ത്വലാഖ് ചൊല്ലി, എങ്കിൽ ആ സ്ത്രീക്ക്, ആ പെണ്ണിന് ഇദ്ദയില്ല. മറിച്ച് ഫമത്തിഊഹുന്ന വസർരിഹൂഹുന്ന സറാഹൻ ജമീല, പിരിഞ്ഞു പോകുന്നു എന്ന നിലക്ക് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകണം. ഏറ്റവും ഭംഗിയായ നിലക്കുള്ള പെരുമാറ്റത്തോടുകൂടി നല്ല നിലക്ക് നിങ്ങൾ അവരെ പിരിച്ചുവിടണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് ഇദ്ദല്ലാത്തവരാരാന്ന് നമ്മൾ പഠിച്ചു വെക്കുക. അതെന്താ? കല്യാണം നടന്നു, പക്ഷെ ശാരീരിക ബന്ധം നടക്കുന്നതിന്റെ മുമ്പ് വഴി ചൊല്ലപ്പെട്ടാൽ ആ പെണ്ണിന് ഇദ്ദ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഭാഗം ആർത്തവമില്ലാത്ത സ്ത്രീകൾ. ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവും, അവർക്ക് ആർത്തവം എന്ന് പറയുന്ന സംഗതി ജീവിതത്തിൽ ഉണ്ടാവില്ല. ശാരീരികമായ ചില പ്രകൃതം കാരണം ആർത്തവം തീരല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആർത്തവം അവസാനിച്ചവരുണ്ടാവും. പ്രായാധിക്യം കൊണ്ട് കുറെയൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർത്തവം നിലച്ചു പോകുമല്ലോ. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആർത്തവമില്ലാത്തവർ, ആർത്തവം നിലച്ചുപോയവർ, ഇവർ ത്വലാഖ് ചൊല്ലപ്പെട്ടാൽ അവരുടെ ഇദ്ദ കാലഘട്ടം എത്രയാണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തു ത്വലാഖിലെ 4-ാമത്തെ ആയത്ത്, വല്ലാഈ യഇസ്ന മിനൽ മഹീദി മിൻ നിസാഇകും ഇൻ ഇർതബ്തും ഫഇദ്ദതുഹുന്ന 3 അശ്ഹുരിൻ വല്ലാഈ ലം യഹിദ്ൻ
വല്ലായി യഇസ്ന മിനൽ മഹീദി മിൻ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ആർത്തവത്തിൽ നിന്ന് നിരാശയായവർ, ആർത്തവത്തിൽ നിന്ന് നിരാശയായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആർത്തവകാലം കഴിഞ്ഞു, അങ്ങനെയുള്ള സമയത്താണ് ഭർത്താവ് തലാഖ് ചൊല്ലിയത് എങ്കിൽ ഫഇദ്ദത്തുഹുന്ന സലാസത്തു അശ്ഹുരിൻ, അവരുടെ ഇദ്ദ 3 മാസമാണ്. ആ 3 മാസം തന്നെ അവർ കാത്തിരിക്കണം. എന്താ മറ്റേരുടെ വ്യത്യാസം? മറ്റേത് 3 ശുദ്ധികാലം അശുദ്ധികാലം എന്നല്ലേ പറഞ്ഞത്, ഖുറൂ എന്നാ പ്രയോഗിച്ചത്. അത് ശുദ്ധികാലം അശുദ്ധികാലം. അതെങ്ങനെയാ കണക്കാക്കുക? മെൻസസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുറൂ കണക്കാക്കുന്നത്. ഇവർക്ക് മെൻസസ് ഇല്ല. അപ്പൊ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തേ നിവൃത്തിയുള്ളൂ? മാസം കണക്കാക്കുക. അപ്പൊ അവരെത്ര കാലം കാത്തിരിക്കണം? 3 മാസമാണ് അവർക്ക് നിശ്ചയിക്കപ്പെട്ടത്. അത് അറബി മാസമാണ് കണക്കാക്കുക, ഇംഗ്ലീഷ് മാസമല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇസ്ലാമികമായ കാര്യങ്ങളിലൊക്കെ എണ്ണിക്കണക്കാക്കപ്പെടുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ കൊല്ലം തികഞ്ഞോന്ന് നോക്കൽ 1 ഡിസംബർ കഴിഞ്ഞ അടുത്ത ഡിസംബർ 31 ആയോന്നല്ല. അറബി മാസമാണ്, അറബി മാസമാണ് അതിന്റെ ഒക്കെ കണക്ക്. ഒരു പെണ്ണ് 4 മാസം 10 ദിവസം വിധവ ഇദ്ദയാചരിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ട് കലണ്ടറിൽ ഇങ്ങനെ ഇംഗ്ലീഷ് കലണ്ടറിൽ നോക്കിയിട്ട് നമ്മുടെ ആ കലണ്ടറിൽ നോക്കിയിട്ടുള്ള 4 മാസവും 10 ദിവസവും അല്ല, അത് മാസം നോക്കിയിട്ടാണ്. ഇങ്ങനെ കറക്റ്റ് കൃത്യമായി 40 അശ്ഹുരിൻ വഅശ്റ. ഇതേപോലെ ഇതിനൊക്കെ കണക്കാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോ ആർത്തവം നിലച്ചുപോയ സ്ത്രീകൾക്ക് ഇദ്ദ 3 മാസമാണ്. ഇതേ വിധി തന്നെയാണ് വല്ലായി ലം യഹിദ്ന, തീരെ മെൻസസ് ഉണ്ടായിട്ടില്ലാത്തയാൾ. അപ്പൊ മെൻസസ് തുടങ്ങിയിട്ടില്ല, അങ്ങനെ ചെറുപ്പത്തിൽ വിവാഹം നടന്നു, മെൻസസ് ആകുന്നതിന്റെ ഉപരി വിവാഹം നടന്നു, തലാഖ് ചൊല്ലി, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് തന്നെയാണ്, പക്ഷേ ഈ സ്ത്രീ പെൺകുട്ടിക്ക് മെൻസസ് ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണോ തലാഖ് ചൊല്ലപ്പെട്ടാൽ അവരുടെ ഇദ്ദാകാലം 3 മാസമാകുന്നു. ഇനി അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പറയാനുള്ളത് ഗർഭിണികളായ സ്ത്രീകളാണ്. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ തലാഖ് ചൊല്ലപ്പെട്ടു. എത്രയാണ് അവളുടെ ഇദ്ദാകാലം? വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യദഅന ഹംലഹുന്ന വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. വഉലാത്തുൽ അഹ്മാൽ സൂറത്തുൽ തലാഖിലെ 4-5 ആയത്തുകളാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ഏതാണ്ട് തുടർന്നു കൊണ്ടുവരുന്ന ഭാഗമാണ്. വഉലാത്തുൽ അഹ്മാലി, ഗർഭിണികളായ സ്ത്രീകൾ, അവർ ത്വലാഖ് ചൊല്ലപ്പെട്ടാൽ അജലുഹുന്ന, അവരുടെ ഇദ്ദാകാലത്തിന്റെ പരിധി അയ്യളഅന ഹംലഹുന്ന, മാസക്കണക്കൊന്നുമല്ല, പ്രസവം വരെയാണ്. പ്രസവം വരെയാണ് അവർ കാത്തിരിക്കേണ്ടത്. അവരുടെ ഇദ്ദാകാലം എന്ന് പറഞ്ഞാൽ 3 മാസമെന്നോ 4 മാസമെന്നോ ഒന്നുമല്ല. ചിലപ്പോൾ പെട്ടെന്ന് തീരും, ചിലപ്പോൾ കുറെ നീണ്ടു നോക്കും. ഒരു പെണ്ണ് ഗർഭമുണ്ട് എന്നറിഞ്ഞ് അടുത്ത മാസത്തിൽ തന്നെ ത്വലാഖ് ചൊല്ലപ്പെട്ടാലോ പ്രസവം വരെ കാത്തിരിക്കണം. 5-8 മാസം ഉണ്ടാവും, 5-8 മാസം കാത്തിരിക്കേണ്ടി വരും. വേറൊരു സ്ത്രീ ഒരു 9ാമത്തെ മാസമായിട്ട് പ്രസവത്തോട് അടുത്തിരുന്നു, ഡേറ്റ് ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിയിലാണ് ത്വലാഖ് നടന്നത്. അപ്പൊ അവളുടെ ഇദ്ദയോ എത്രയാണോ പ്രസവിക്കുന്നത്, 10 ദിവസമോ 9 ദിവസമോ 8 ദിവസമോ എത്രയുള്ളു, അതോടുകൂടെ തീരും. അപ്പൊ ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അയ്യളഅന ഹംലഹുന്ന, ഗർഭിണികളായ സ്ത്രീകളാണ് മുത്തല്ലഖത്ത് വിവാഹമോചിതയായതെങ്കിൽ അവരുടെ ഇദ്ദാകാലം പ്രസവം വരെയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ ആര് സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവന്റെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു എളുപ്പം നൽകും. ആ ഗർഭിണികളായ ആളുകൾക്ക് പ്രസവം വരെയുള്ള ചെലവും ആര് കൊടുക്കണം? ഈ ഭർത്താവ് കൊടുക്കണം, മുൻ ഭർത്താവ് കൊടുക്കണം. മാത്രമല്ല കുഞ്ഞിനുള്ള ചെലവും ഭർത്താവിന് നൽകൽ, പിതാവാണല്ലോ, നൽകൽ ഇസ്ലാമിക ശരീഅത്തിൽ അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. ഇതൊക്കെ ദാലിക അംറുല്ലാഹ്, ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. അൻസലഹു ഇലൈക്കും, അള്ളാഹ് അത് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. ഇതൊന്നും ഭേദിച്ച് മുന്നോട്ട് പോകരുത്, ഇതിന്റെ ഒന്നും പേരിൽ കലാപമുണ്ടാക്കരുത്, ഇതിന്റെ ഒന്നും പേരിൽ വഴക്കിടരുത്. അള്ളാഹ് നിശ്ചയിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വമൻ യത്തഖില്ലാഹ്, ആര് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ യുകഫിർ അൻഹു സയ്യിആതിഹി, അവന്റെ പോരായ്മകളും അവന്റെ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുക്കും. വയുഅളിം ലഹു അജ്റാ, അള്ളാഹു അവന് പ്രതിഫലത്തെയും മഹത്തമാക്കി ധാരാളം പ്രതിഫലം അവന് നൽകുകയും ചെയ്യുന്നതാണ്. ഇതാണ് അള്ളാഹു ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞവസാനിപ്പിച്ചത്. അപ്പോ ഈ വിഭാഗത്തിന്റെ ഇദ്ദയുടെ കാലമാണ് ഇപ്പൊ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്.
ഇനി വേറൊരു വിഭാഗമുണ്ട്, അവരെ സംബന്ധിച്ച് വിശദമായി ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഒരു സൂചന മാത്രം പറയണം, അവരുടെ ഇദ്ദാക്കാലം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതാരാണ്? ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുകയാണ്. പെണ്ണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ ആവശ്യപ്പെട്ട് ഭർത്താവിന് മഹറൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വിവാഹമോചനം നേടുന്ന ആ ഒരു രീതിക്ക് ഖുൽഉ എന്നാണ് പറയാ. ഖുൽഉ അത് ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഖുൽഉ എന്ന്. ആ ഖുൽഉ നേടിയിട്ടുള്ള മഹറൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അയാളോട് തൊലാഖ് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഖുൽഉയിലൂടെ വിവാഹമോചനം നേടിയിട്ടുള്ള സ്ത്രീ, അവളുടെ ഇദ്ദാകാലം എത്രയാണ്? ഒരാർത്തവ കാലഘട്ടം മതി എന്നാണ് പ്രബലമായ അഭിപ്രായം. ഒരാർത്തവ കാലഘട്ടം മതി. അതേ അവസരത്തിൽ സൂക്ഷ്മതയ്ക്ക് നല്ലത് അവളും മറ്റവരെ പോലെ തന്നെ 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 അശുദ്ധികാലം കാത്തിരിക്കുകയാണ് വേണ്ടത് എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊന്ന്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഇങ്ങനെ ഭർത്താവിൽ നിന്ന് ഖുൽഉ നേടിയ, അഥവാ നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നാൽ മതി ഞങ്ങൾക്ക് മഹറൊക്കെ തിരിച്ചു തരാ എന്ന് പറയുന്ന രീതിയിൽ വിവാഹമോചനം നേടിയ പെണ്ണിനോട് അൻ തഅതദ്ദ ബിഹൈളത്തിൻ, ഒരാർത്തവകാലം കാത്തിരിക്കാനാണ് അഥവാ ഇദ്ദയായി ആചരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞത്. അതേ അവസരത്തിൽ മറ്റവർക്കുള്ള അതേ നിയമം തന്നെയാണ് ഇവർക്കും. അവരും 3 പ്രത്യേകമായ ശുദ്ധികാലം കാത്തിരിക്കുക തന്നെയാണ് വേണ്ടത് എന്നഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ലോകത്തുണ്ട്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു മസല, ഒരു ഇദ്ദ തുടങ്ങിയിട്ട് പിന്നെ അത് വേറൊരു ഇദ്ദയായിട്ട് മാറുന്ന ചില സാഹചര്യങ്ങൾ വരും. ഒരു സ്ത്രീ ഒരു ഇദ്ദ തുടങ്ങി, അത് തുടങ്ങിയിട്ട് പിന്നെ ആ ഇദ്ദ തന്നെ ചിലപ്പോ വേറൊരു ഇദ്ദയിലേക്കാണ് മാറും. അതെപ്പോഴാണ്? ബേജാറാവൊന്നും വേണ്ട, പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണഗതിയിൽ ആർത്തവ രക്തമുള്ള ഒരു സ്ത്രീയുടെ ഇദ്ദാക്കാലപ്പം നമ്മൾ എത്രയാ പറഞ്ഞത്? 3 ശുദ്ധികാലം. നോർമൽ കേസിൽ വിവാഹമോചിതയായ സ്ത്രീക്കുള്ള ഇദ്ദാക്കാലം 3 ശുദ്ധികാലമാണ് പറഞ്ഞത്. അങ്ങനെ അവള് ഇദ്ദങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊലാക്ക് ചെല്ലപ്പെട്ട ഈ പെണ്ണ് ഇദ്ദ ആചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഭർത്താവാണ് മരണപ്പെട്ടു. ഈ തൊലാക്ക് ചൊല്ലിയ ഭർത്താവാണ് മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെണ്ണിന് ഈ 3 ശുദ്ധികാലം കാത്തിരുന്നാ പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഇനി അവിടുന്ന് അങ്ങോട്ട് അവളുടെ നിയമം മാറുകയാണ്. അവൾ വിധവയുടെ ഇദ്ദയാണ് ഇനി പൂർത്തിയാക്കേണ്ടത്. ഏത് സമയത്താ മരണം നടക്കുന്നത്? ഇദ്ദയുടെ കാലഘട്ടത്തിലാണെങ്കിൽ. അതെന്താ കാരണം? അവൾ ഇപ്പോഴും പഴയ ഭർത്താവിന്റെ ഭാര്യ തന്നെയാണ്. ആ ഭർത്താവിൽ നിന്ന് പൂർണ്ണമായി വേർപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് കഴിയണം? ഇദ്ദ കഴിയണം. അപ്പൊ ഇദ്ദന്റെ ഇടക്കാണ് ഭർത്താവ് മരിക്കുന്നതെങ്കിലോ ഈ സ്ത്രീ ഇനി 3 ശുദ്ധികാലം കാത്തിരുന്നാ പോരാ, 4 മാസവും 10 ദിവസവും തന്നെ കാത്തിരിക്കണം. എന്താ കാരണം? ഭർത്താവാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, അതെങ്ങനെ അയാൾ ഭർത്താവാകുക? തൊലാക്ക് ചൊല്ലിയില്ലേ? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊലാക്ക് ചൊല്ലുന്നതോടുകൂടി ഭർത്താവ് ആകാതിരിക്കൂല. ഭർത്താവിന് എപ്പോ വേണമെങ്കിലും ഈ ഇദ്ദയുടെ സമയത്ത് എന്ത് ചെയ്യാം? തിരിച്ചെടുക്കണം. അയാളുടെ ചെലവിലാണ്, അയാളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി ആചരിക്കേണ്ടത് ആരുടെ ഇദ്ദയാണ്? വിധവകൾ ആചരിക്കേണ്ടുന്ന 4 മാസവും 10 ദിവസവുമാണ് അവർ ആചരിക്കേണ്ടത്. എപ്പോ? തിരിച്ചെടുക്കാവുന്ന തൊലാഖാണെങ്കിൽ. അതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. തിരിച്ചെടുക്കാവുന്ന തൊലാഖാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തൊലാഖ് 2 നിലക്കുണ്ട്. ചില തൊലാഖ് ചൊല്ലിയ കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ ഒരിക്കലും ഈ ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റൂല? തിരിച്ചെടുക്കാൻ കഴിയൂല. പൂർണ്ണമായും അയാളിൽ നിന്ന് ആ പെണ്ണ് വേർപെട്ടു പോയി. അതേ അവസരത്തിൽ വേറെ ചില തൊലാഖാണെങ്കിലോ ആ തൊലാഖിൽ അയാൾക്ക് തിരിച്ചെടുക്കാൻ അനുവാദമുണ്ട്. ഇനിയും ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. പറ്റെ മുറിഞ്ഞു പോയിട്ടില്ല, അങ്ങനെയുള്ള തൊലാഖ് ഉണ്ടാവും. അങ്ങനെയുള്ള തൊലാഖിലാണ് ഈ പെണ്ണ് എന്ത് ചെയ്യേണ്ടത്? വിധവക്കുള്ള ഇദ്ദ ആചരിക്കേണ്ടത്. അതേ അവസരത്തിൽ തൊലാഖ് നടന്നു, ഇനി ഒരു കാലത്തും ഇയാൾക്ക് ഈ പെണ്ണ് അനുവദനീയമല്ലാത്ത നിലക്കുള്ള പൂർണ്ണമായ നിലക്കുള്ള തൊലാഖാണ് കഴിഞ്ഞു പോയതെങ്കിൽ അതിന്റെ ഇദ്ദാകാലത്താണ് ഭർത്താവ് മരിക്കുന്നതെങ്കിലോ ഈ പെണ്ണ് ഭർത്താവ് മരിച്ചതിനുള്ള ഇദ്ദ ആചരിക്കണോ? വേണ്ട. കാരണം എന്താ? അത് തൊലാഖോടുകൂടെ തന്നെ ആ സ്ത്രീ ആ ഭർത്താവിന്റെ ഭാര്യ അല്ലാതായി. മടക്കിയെടുക്കാൻ ചാൻസ് ഇല്ല. മടക്കിയെടുക്കാൻ ചാൻസ് ഇല്ലാത്ത നിലക്കുള്ള തൊലാഖ് കഴിഞ്ഞുപോയി. അതുകൊണ്ട് ആ തൊലാഖോട് കൂടെ തന്നെ അയാളുടെ ഭാര്യയല്ലാതായി മാറി ഈ പെണ്ണ്. അതേ അവസരത്തിൽ തിരിച്ചെടുക്കാവുന്ന നിലക്കുള്ള തൊലാഖിലാണെങ്കിൽ
ഇദ്ദാകാലത്തും ഇയാളുടെ ഭാര്യ തന്നെയാണ് ഈ സ്ത്രീ. അതുകൊണ്ടാണ് ആ കാലത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇദ്ദ ആചരിക്കേണ്ടത് 4 മാസവും 10 ദിവസവുമാണ്. അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ഭർത്താവിന്റെ സ്വത്തിൽ ഈ ഭാര്യക്ക് അവകാശവും കിട്ടും. മരണപ്പെട്ട ഈ ഭർത്താവിന്റെ സ്വത്തിൽ ഈ വിധവക്ക് അനന്തരാവകാശവും കിട്ടും. എങ്ങനെയാണെങ്കിൽ തിരിച്ചെടുക്കാവുന്ന തലാഖ് ചൊല്ലപ്പെട്ട ഇദ്ദാ കാലത്താണ് മരണം നടക്കുന്നതെങ്കിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് സാധാരണ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ പറയും, ഈ മാത്സ് താല്പര്യമില്ലാത്ത കുട്ടികളുടോ ഇങ്ങനെ ഇരുന്നു കൊടുക്കും, ഫിസിക്സ് താല്പര്യമില്ലാത്ത കുട്ടികളുടോ അവരും ഇങ്ങനെ ഇരുന്നു കൊടുക്കും, ഇത് തീർന്നിട്ടാൽ മതി. അങ്ങനെ ഇരിക്കുന്നവരുണ്ടാകും. ഇതിപ്പോ എന്തായിരുന്നാലും തരക്കടില്ല എന്ന നിലക്ക് കേൾക്കുന്നവരുണ്ടാകും. എന്തായിരുന്നാലും ഇതിങ്ങനെ ഒഴുക്കം മട്ടിൽ പ്രസംഗിച്ചു പോകേണ്ട ഒരു വിഷയമല്ല. ഇത് നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. ഈ വിഷയത്തിൽ ഈ കൃത്യമായ നിയമമാണ് ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും രോഷം കൊള്ളും. എന്താ ശരീഅത്ത് എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ശരീഅത്തുമ്മ തൊട്ട് കളിക്കാൻ പറ്റൂല എന്ന് പറയും. എന്താടോ ശരീഅത്ത്? അതിനോട് ചോദിക്കണ്ട. മാപ്പിളയാണേനും മുസ്ലിമാണേനും നിയമമൊന്നും അറിയില്ല. എന്നിട്ട് ഏതെങ്കിലും ചാനലിൽ നിന്ന് ഏതെങ്കിലും ഒരു ചങ്ങാതി ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം ഇങ്ങനെ പറയുമ്പോ ഇവനും ഇങ്ങനെ അങ്ങനെ ഉണ്ടോ, എന്നാ പിന്നെ നമ്മളെ ശരീഅത്ത് പറ്റ പോക്കാട്ടോ. ഇവരെ അഭിപ്രായം പറഞ്ഞ് തല കുലുക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അവിടെ ഒന്നും പറയാൻ കഴിയാതെ തലയും കുനിച്ചിങ്ങനെ ഇരിക്കും. വല്ലാത്തൊരു തലാഖിന്റെ നിയമട്ടോ. ഇങ്ങനെയൊക്കെ ഖുറാനിലുണ്ടെങ്കിൽ പിന്നെ ഖുറാൻ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളതില്ലേ? എന്തായാലും മുസ്ലിമീങ്ങളായി പോയില്ലേ, ഇനിയിപ്പോ നമ്മളതിലാണ് നിൽക്കന്നെ എന്നൊക്കെ വിചാരിച്ച് അപമാനഭാരം പേറിയിട്ട് നിൽക്കേണ്ടവനല്ല മുസ്ലിം. മുസ്ലിം നട്ടെല്ലുയർത്തി ആരുടെ മുമ്പിലും ഇതാണ് ഇസ്ലാമിക ശരീഅത്തെന്ന് പറയാൻ കെൽപ്പുള്ള മുസ്ലിമായിരിക്കണം. അതാ തന്റെ ഇടമുള്ള മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാം വിരുദ്ധ ലോബികളിൽ നിന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരെയുള്ള കൊഞ്ഞനം കുത്തലുകളും ദുർവ്യാഖ്യാനങ്ങളും വരുമ്പോ അത് കേട്ട് തലകുനിച്ച് വഴിമാറിപ്പോകേണ്ടവനല്ല മുസ്ലിം. മറിച്ച് ഇസ്ലാമിക ശരീഅത്ത് കുറ്റമറ്റതാണ്, കാലോചിതമാണ്. ഏത് കാലഘട്ടത്തിലേക്കും ഫിറ്റായ യോജിച്ച നിയമങ്ങളാണത്. സർവ്വജനങ്ങൾക്കും അംഗീകരിക്കാവുന്ന മനുഷ്യന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സ്രഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ള കുറ്റമറ്റ നിയമസംഹിതകളാണ് ഇസ്ലാമിക ശരീഅത്തെന്ന് പറയാനും പഠിപ്പിക്കാനും പറഞ്ഞുകൊടുക്കാനുമുള്ള ആർജവമുള്ളവനാ, തന്റെ ഇടമുള്ളവനാ മുസ്ലിം. അത് വെറുതെ കിട്ടൂല, അത് പഠിച്ചാലേ കിട്ടൂ. അത് പഠിക്കണം. അത് വെറുതെ കേട്ടുപോയാൽ മനസ്സിലാവില്ല. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം. അവിടെയാണ്. ഇനി കുറെ കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോ സഹോദരന്മാരെ, ഇങ്ങനെ 2 തരം ഇദ്ദകൾ, ഒരു ഇദ്ദ തുടങ്ങി മറ്റൊരു ഇദ്ദയിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഇങ്ങനെ സംഭവിക്കാം. അതാണ് ഇപ്പൊ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, ഇസ്ലാം പറയുന്നു ഇദ്ദാകാലം അവസാനിച്ചു കഴിഞ്ഞാൽ പെണ്ണിനെ വെറുതെ ഇറക്കി വിടണ്ടാനാണ്. നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ശരീഅത്തിലെ നിയമങ്ങൾ. ആര് പാലിക്കാൻ, ആരറിയാൻ? പരിശുദ്ധ ഖുർആൻ പറയാണ്, വിവാഹമോചനം ചെയ്യപ്പെട്ടു, ഇദ്ദയും കഴിഞ്ഞു, ആ പെണ്ണ് പോകുമ്പോൾ പോലും നിങ്ങൾ അവളെ മാന്യമായി പിരിച്ചയക്കണം എന്നാണ്. മാന്യമായി പിരിച്ചയക്കണം. തലാഖ് ചൊല്ലപ്പെട്ടു, അവൾക്ക് നിശ്ചയിക്കപ്പെട്ട ഇദ്ദാകാലവും അവസാനിച്ചു, ആ പെണ്ണ് പോവുകയാണ്. പോകുമ്പോ നിങ്ങൾ വെറും കൈയോടെ വിടരുത്. അല്ലാഹു തആല പുരുഷലോകത്തോട് പറയാണ്, നിങ്ങൾ തലാഖ് ചൊല്ലി, നിങ്ങളെ ചെലവിൽ തന്നെ ഇദ്ദയും കഴിഞ്ഞു, ഇനിയും കൊടുക്കേ. കൊടുക്കണം എന്നാ പറയുന്നത്. ഇനിയും കൊടുക്കണം, അവരെ സന്തോഷിപ്പിച്ച് വിടണം എന്നാ പറയുന്നത്. അതാ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം. ഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സരിഹൂഹുന്ന ബിമഅറൂഫ്. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം നടത്തുകയും അവർക്ക് അല്ലാഹു തആല നിശ്ചയിച്ച അവധി അവർ പൂർത്തീകരിക്കുകയും ചെയ്താൽ, അഥവാ ഇദ്ദാകാലമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫഅംസികൂഹുന്ന ബിമഅറൂഫ്. അവരുടെ ഇദ്ദയുടെ പീരീഡ് തീരാനായി അടുത്താൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല നിലക്ക് അവരെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ, ഈ ഇദ്ദാകാലത്തിന്റെ തീരുന്നതിന്റെ മുമ്പാണെങ്കിൽ. ഇനി അതല്ലേ, ഒത്തുപോകൂലേ, ഒഴിവാക്കാൻ തന്നെയാണോ തീരുമാനം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സരിഹൂഹുന്ന ബിമഅറൂഫ്. നല്ല നിലക്ക് നിങ്ങൾ അവരെ പിരിച്ചയക്കണം. നല്ല നിലക്ക് പിരിച്ചയക്കണം. എന്താ ഈ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ? അതാണ് സൂറത്തുൽ ബഖറയിലെ 241
ആയത്തിൽ 241, 242 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞ കാര്യം. വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ. വലിൽ മുത്തല്ലഖാതി, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് അവൾക്ക് അവകാശപ്പെട്ടതാണ് മതാഉൻ ബിൽ മഅറൂഫ്, നല്ല നിലക്ക് നിങ്ങൾ അവൾക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കണം. ജീവിത സൗഖ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞയക്കണം. യുദ്ധാകാലത്തെ ചെലവും ഒക്കെ നിങ്ങളൊക്കെ തന്നെ കൊടുത്തത്. ഒക്കെ കഴിഞ്ഞ് അവള് പോവുകയാണ്. നിങ്ങൾ തീരുമാനിച്ചു, പിരിയാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ തിരിച്ചെടുക്കാനൊന്നും തീരുമാനമില്ല, അവര് പോവുന്നതാണ്. നിങ്ങൾ പിരിച്ചുവിടാൻ തന്നെ തീരുമാനിച്ചു എങ്കിൽ നിങ്ങൾ നല്ല നിലക്ക് പിരിച്ചുവിടണമെന്ന്. അതിനെന്താ ചെയ്യേണ്ടത്? അവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സമ്മാനം എന്താണോ ഉള്ളത് അത് നിങ്ങൾ കൊടുക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഹഖ്ഖൻ അലൽ മുത്തഖീൻ, അത് ഭക്തന്മാരായ ആളുകളുടെ മേലൊരു കടമയാണ്. നിങ്ങൾ മുത്തഖിയാണോ? അതൊരു കടമയാണ്, അത് ചെയ്യണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, ഇപ്രകാരം അല്ലാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. കണ്ടോ, ഇസ്ലാമിന്റെ ഗുണവും അതിന്റെ മഹിമയും അതിന്റെ മാനുഷിക മൂല്യങ്ങളും അത് സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന കാരുണ്യവും ഒരുപാട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ചിന്തിച്ചാൽ ഗ്രഹിക്കാനുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ നിയമങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്നത്. ഇവിടെയാണ് ഞാൻ ഒരിക്കൽ മുമ്പ് ക്ലാസ്സിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച വിഷയം വരുന്നത്. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് അവൾക്ക് വേറൊരു വിവാഹം നടക്കുന്നത് വരെ, പുനർവിവാഹം വരെ, അതല്ലെങ്കിൽ ആജീവനാന്തം അവൾ മരണം വരെ അവൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് ഈ ആയത്തോതിയിട്ട് നമ്മുടെ സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. ഷാബാനു കേസിൽ നമ്മുടെ നാട്ടിൽ ശരീഅത്ത് വിവാദം നടന്ന കാലം ഞാൻ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. കുറച്ച് ക്ലാസുകൾ മുന്നോട്ട് പോയാൽ അതിന്റെ പിറകോട്ട് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കേട്ടാൽ വരെ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ആ കോർട്ട് വിധി വന്നപ്പോ അന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ മേൽ കൈവച്ചുകൊണ്ട് ഈ വചനത്തിന് ദുർവ്യാഖ്യാനം ചമച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിൽ നിന്ന് വിധി വന്നു. എന്താ വിധി വന്നത്? മുസ്ലിം സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ ആ സ്ത്രീക്ക് അവൾക്ക് വേറൊരു വിവാഹം ലഭിക്കുന്നത് വരെ, അഥവാ പുനർവിവാഹം വരെയോ, ഇനി വിവാഹം തന്നെ നടക്കുന്നില്ലെങ്കിൽ മരണം വരെയോ, ആജീവനാന്തമോ, ആദ്യ ഭർത്താവ് ചെലവിന് കൊടുത്തോളണം എന്നൊരു നിയമം സുപ്രീം കോടതി പാസാക്കി. അതിന് തെളിവെന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 241-ാമത്തെ ആയത്തിൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനവര് മത്തായിന് അർത്ഥം കൊടുത്തത് എന്താണ്? ആജീവനാന്ത ജീവനാംശം, ആജീവനാന്ത ജീവനാംശം എന്ന അർത്ഥം കൊടുത്തത്. അത് ശരിയല്ല. അന്നാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് മുഴുവനുമുള്ള സർവ്വ മുസ്ലിം സംഘടനകളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ രംഗത്ത് മറന്നുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. ഈ നിയമം ഇത് വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കലാണ്. ഇത് കോടതി ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചതാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പറയാൻ സുപ്രീം കോർട്ടിന് പരമാധികാരമില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച മതപണ്ഡിതന്മാരാണ് അതിന് വ്യാഖ്യാനം പറയേണ്ടത് എന്ന് കൃത്യമായി തന്നെ ശരീഅത്ത് വിവാദമുണ്ടായപ്പോ നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഈ രംഗം വിശദമായി തന്നെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ നിയമത്തിൽ നിന്ന് മാറ്റം വന്നത്. എന്നാൽ ഇപ്പോഴും പലപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. എന്ത്? വിവാഹമോചന ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് വേറൊരു വിവാഹം നടക്കുവോളം ആദ്യത്തെ ആള് ചെലവിന് കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ആ പെണ്ണ് മരിക്കോളം ആദ്യത്തെ ആള് ചെലവിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. പിന്നെ എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് അതല്ല. ഇവിടെ പറഞ്ഞത് അവൾ വിവാഹമോചനമൊക്കെ നേടി, വിവാഹമോചനം ചെയ്യപ്പെട്ട് അവൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധിക്കാലം ഇദ്ദ എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചെടുക്കണമെന്നില്ല, അവള് പോകുന്നേണ് ഇയാൾ പറഞ്ഞേക്കുവാണെങ്കിൽ അവിടെ മത്താഴ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന നിലക്കുള്ള ഒരു താൽക്കാലിക വിഭവം കൊടുക്കണം എന്നാണ്. അല്ലാതെ ആജീവനാന്തല്ല, ജീവിതകാലം മുഴുവൻ ചെലവിന് കൊടുക്കണം എന്നല്ല അള്ളാഹ് അവിടെ പറഞ്ഞത്. മറിച്ച് എന്താണ്?
കുറച്ചു കാലത്തേക്ക് അവർക്കൊരു സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടി പിരിച്ചയക്കുന്ന ഘട്ടത്തിൽ അത് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമത്തിഊഹുന്ന അലൽ മൂസിഇ ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു മതാഅൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ. സൂറത്തുൽ ബഖറ 236 വചനം. എന്താ പറഞ്ഞത്? പുരുഷന്മാരോട് പറയാണ്, വമത്തിഊഹുന്ന, അവർക്ക് ജീവിത സൗഖ്യത്തിന് പറ്റിയത് നിങ്ങൾ നൽകുവീൻ. അങ്ങനെ ആ പെണ്ണ് പോകുന്ന ഘട്ടത്തിൽ അവൾക്ക് ഇദ്ദയുടെ കാലഘട്ടത്തിൽ ഉള്ള ചെലവൊക്കെ കൊടുത്തതിന് പുറമെ അവൾ മടങ്ങിപ്പോകുന്ന പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു താൽക്കാലികമായ ഗിഫ്റ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കണം. എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക, കുറച്ച് കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണോ, എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ഒരു സന്തോഷിപ്പിക്കണം. നമ്മൾ പിരിയേണ്ടി വന്നതാണ്, നമ്മൾ ശത്രുക്കളൊന്നുമല്ല, നമ്മൾ പിരിയേണ്ടി വന്നു. എനിക്ക് നിന്നോടും പൊരുത്തപ്പെടാൻ കഴിയില്ല, നിനക്ക് എന്നോടും പൊരുത്തപ്പെടാൻ കഴിയില്ല. ഏതായാലും നമ്മൾ കാത്തു നിന്ന് നോക്കിയ ഇദ്ദാകാലത്തും നമ്മളെ മനസ്സടുത്തില്ലല്ലോ, ഇനി ഏതായാലും പിരിയന്നെ, ശരി നീ പൊയ്ക്കോ. നല്ല നിലക്ക് അവളെ പിരിച്ചുവിടുമ്പോ ഈ ഇതുവരെയൊക്കെ അവള് ഇയാളെ ചെലവ് തന്നെയാണ് ഇദ്ദാകാലം പോലും കഴിച്ചു കൂട്ടേണ്ടത്. ഇതൊന്നും നമ്മൾ മറക്കരുത്. ഇയാളുടെ വീട്ടിലാണ് താമസിക്കേണ്ടത്, ഇയാളുടെ ചെലവിലാണ് താമസിക്കേണ്ടത്. അതൊക്കെ ആനുകൂല്യമൊക്കെ ഈ പെണ്ണ് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ശേഷം പെണ്ണിനി പോകുമ്പോ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു കൈമണി, ഒരു ഗിഫ്റ്റ്, എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക അത് നിങ്ങൾ കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ പറയാണെന്ത്, ഫമത്തിഊഹുന്ന വസരിഹൂഹുന്ന സറാഹൻ ജമീല, നിങ്ങൾ അവരെ നല്ല നിലക്ക് സന്തോഷത്തിൽ പിരിച്ചയക്കണം, ഭംഗിയായി പിരിച്ചയക്കണം എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിപ്പോ ശാരീരികമായ ബന്ധമൊന്നും നടക്കാതെ തന്നെ തൊലാക്കാണ് ചൊല്ലപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ എന്നെ തൊലാക്ക് ചൊല്ലി. എന്നാൽ ആ പെണ്ണാണെങ്കിൽ പോലും എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും ആവശ്യമില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. കാരണം എന്താ, സഹശയനം നടന്നിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞു, ജീവിതത്തൊക്കെ ആരംഭിച്ചു, പക്ഷേ അവർ തമ്മിൽ ശാരീരികമായ ബന്ധമൊന്നും ഉണ്ടായില്ല. അള്ളാഹുവിന്റെ വിധി, തലാക്ക് ചൊല്ലപ്പെട്ട് കഴിഞ്ഞു, ആ പെണ്ണ് പിരിഞ്ഞു പോകുകയാണ്. അവൾക്ക് വാസ്തവത്തിൽ എന്തില്ല, ഇദ്ദല്ലാന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ പെണ്ണ് പിരിഞ്ഞു പോകുമ്പോ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, സന്തോഷിപ്പിച്ചു വിടണമെന്ന് അവിടെയും ഖുർആൻ അത് പറഞ്ഞത്. നിങ്ങൾ അവർക്ക് മത്താഴ കൊടുക്കണം, ഒരു ജീവിത വിഭവം എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. വസരിഹൂഹുന്ന സറാഹൻ ജമീല, സന്തോഷത്തോടെ നിങ്ങൾ അവരെ പിരിച്ചയക്കണം. ഈ ആയത്തൊക്കെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, പരിശുദ്ധ ഖുർആൻ കാഴ്ചയിൽ എത്ര ചെറുതാണല്ലേ, അതിന്റെ ആശയങ്ങളും അതിലടങ്ങിയ മനുഷ്യത്വവും അതിലടങ്ങിയ തത്വങ്ങളും ഏത് പേനകൾക്കാണ്, ഏത് കടലാസിൽ എഴുതിയിട്ടാണ് അവസാനിപ്പിക്കാൻ കഴിയാൻ. ഇത് വിശദീകരിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത അദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന് ന്യായം പറഞ്ഞത്, സഹശയനം നടന്നിട്ടില്ലാത്ത, ശാരീരിക ബന്ധമൊന്നും നടന്നിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹമോചനം ചൊല്ലപ്പെട്ട് അവൾ പിരിഞ്ഞു പോകുമ്പോൾ പോലും അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഖുർആൻ, ഒരുപാട് കാലം ഇണയായി ജീവിച്ച് സുഖദുഃഖങ്ങളിലും സന്തോഷത്തിലും സന്താപത്തിലും പങ്കുചേർന്ന തന്റെ ഇണയെ വിവാഹമോചനം നൽകപ്പെട്ട് അവൾ പിരിഞ്ഞു പോകുമ്പോ പിന്നെ അവൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട പ്രസക്തി എന്നല്ല. കാരണം എന്താ, ഒരു ബന്ധമല്ലാത്ത ഈ പെണ്ണിനെ വിവാഹമോചനം നടത്തിയാൽ പോലും എന്ത് കൊടുക്കണം എന്നാ പറയുന്നത്, നിങ്ങൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ ഒരുമിച്ച് ജീവിതം പങ്കിട്ട് ഒരുപാട് കാലശേഷം ഒരുമിച്ച് കഴിഞ്ഞ പെണ്ണ് ഇദ്ദയും കഴിഞ്ഞു പോകുമ്പോൾ അവൾക്ക് കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ പിന്നെ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. കാരണം ഖുർആൻ അതല്ലാത്ത കാര്യത്തിൽ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവരുടെ കാര്യത്തിൽ പിന്നെ പറയാനുണ്ടോ? അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥത്തിന്റെ മഹത്വം എത്രയാണ് എന്നിങ്ങനെ അത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഗിഫ്റ്റ് കൊടുക്കൽ ഔദാര്യമൊന്നുമില്ല, കൊടുക്കണം എന്നാ പറയുന്നത്, നിർബന്ധം തന്നെയാണ്. കേട്ടുകേൾവിണ്ടോ എവിടെയെങ്കിലും? നമുക്കിത് കേട്ടുകേൾവിണ്ടോ? ഏതാ കേട്ടുകേൾവിയുള്ളത്? തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ഭർത്താവ് കാണെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഈ 3 കാലഘട്ടം 3 മാസം താമസിക്കണമെന്ന നിയമം ഇവിടെ നടക്കുന്നുണ്ടോ? അതിന് അവളെ എന്നോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കത്തയച്ച് എന്നോ തെറ്റിപ്പിരിഞ്ഞിട്ട് ആ തൊലാക്കന്നെ നടക്കണത്. പിന്നെ അവൾ ഇവന്റെ വീട്ടിലൊന്ന് താമസിക്കുവോ? ഇവൻ കാണുവോ? ഇവർക്ക് ഇനിയും യോജിക്കാനുള്ള ഒരു മാനസാന്തരം ഉണ്ടാകാനുള്ള ചാൻസുകൾ കൊടുക്കുന്നുണ്ടോ? കാണുക പോലും ചെയ്യുന്നില്ല, എഴുതിയാണ്ട് അയക്കാണ്, ഞാൻ എന്നെ 3 ചൊല്ലി എന്നൊക്കെ അല്ലേ. അങ്ങനെ സമൂഹത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളെ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ കാറ്റിൽ പറത്തിയതാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ കുറ്റമറ്റ ഇസ്ലാമിക ശരീഅത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. കുറ്റം നമ്മുടേതാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെതല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്
ഹഫ്സ് ഇബ്നു മുഗീറ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയായ ഫാത്തിമത്തിനെ തലാഖ് ചൊല്ലിയപ്പോ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നു. ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭർത്താവിനോട് പറഞ്ഞു, മത്യഹ, പിരിഞ്ഞു പോകുമ്പോ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. പിരിഞ്ഞു പോകുമ്പോ നീ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, ലാ അജിദു മാ ഉമത്യഹ, അങ്ങനെ കൊടുക്കാൻ മാത്രമൊന്നും എന്റെ അടുത്തൊന്നും മുതലില്ല നബിയെ, എന്റെ അടുത്ത് അതിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈനഹു ലാ ബുദ്ദ മിനൽ മത്താഅ്, കൊടുത്തേ പറ്റൂ, കൊടുത്തേ പറ്റൂ. എന്താണോ ഉള്ളത് ഉള്ളത് കൊടുക്ക്. മത്യഹ വലൗ നിസ്ഫ സാഇൻ മിൻ തംറിൻ, നിസ്ഫ സാഇൻ മിൻ തംറിൻ, അര സാഴ് കാരക്ക കൊടുക്കാൻ എന്റെ അടുത്തുണ്ടാവോ, അതെങ്കിലും കൊടുക്ക്. പിരിഞ്ഞു പോണ നേരത്ത് എന്താ ഉള്ളത് അത് കൊടുക്ക്. കഴിവുള്ളോ കഴിവിനനുസരിച്ച്, കഴിവില്ലേ, എന്റെ കഴിവില്ലായ്മ അല്ലാഹ്ക്കറിയാലോ. അലൽ മൂസി ഖദറുഹു അലൽ മുഖ്തിരി ഖദറുഹു, ഉള്ളവൻ ഉള്ള നിലക്ക്, ഇല്ലാത്തവൻ അവന്റെ ഇല്ലായ്മ പരിഗണിച്ചുകൊണ്ട് എന്നാൽ കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, പെണ്ണിനെയാണ് വഴിയാധാരാക്കുന്ന മതമല്ല ഇസ്ലാം. ത്വലാഖ് ചൊല്ലപ്പെട്ട് മാന്യമായി പിരിഞ്ഞു പോകുന്ന പെണ്ണിനെ ആ പോകുന്ന നേരത്ത് പോലും അവളെ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷിപ്പിച്ച് വിടണം എന്ന് പറഞ്ഞവര് തത്വസംഹിത എവിടെയാ ലോകത്തുള്ളത്? എന്നിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തമസ്കരിച്ച് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീകളോട് ത്വലാഖിന്റെ കാര്യത്തിൽ കടുത്ത ക്രൂരതയാണ് ചെയ്യുന്നത് എന്ന് പലരും ചാനലുകളിൽ കയറിയും പേജുകളിലൂടെയും കൂവിക്കൊണ്ടിരിക്കുന്നത്, തൂലികയിലൂടെ വിഷം തൂവിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഗൗരവമാണ് ഈ വിഷയം. അതുകൊണ്ടാ പറയുന്നത് ഇത് മുസ്ലിമീങ്ങൾ പോലും പഠിച്ചിട്ടില്ല. അപ്പോ ഏതൊരു നിലക്ക് തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണെങ്കിലും പണ്ഡിതന്മാര് പറയാണ്, പിരിഞ്ഞു പോകുന്ന നേരത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന നിലക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് പറഞ്ഞേക്കേണ്ടത്. എന്താ മത്താഴ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു, ഒന്നാകെ ആജീവനാന്തം ജീവിക്കാനുള്ള വകയാണല്ല, അല്ലെങ്കിൽ വേറെ വിവാഹം വരെ ചെലവിന് കൊടുക്കണം എന്നല്ല. അതിന് അറബിയിൽ നൽകാവുന്ന ഒരു അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, അന്നഫ്ഉൽ ഹാദിർ എന്നാണ് അതിന് അർത്ഥം നൽകിയത്. എന്താ അതിന്റെ അർത്ഥം? ഉടനെ ലഭിക്കുന്ന ഒരു പ്രയോജനം, ഉടനെ അവർക്ക് അനുഭവിക്കാവുന്നതും ഉടനെ ലഭിക്കുന്നതുമായ ഒരു പ്രയോജനം. എന്താണോ ഉള്ളത്, ചിലപ്പോൾ ഒരു ജോഡി വസ്ത്രം വാങ്ങി കൊടുക്കലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സമ്മാനമായിട്ട് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കലായി, എന്തായിരുന്നാലും അതിന്റെ വലിപ്പച്ചെറുപ്പല്ല, ആ പെണ്ണിന്റെ മനസ്സ് ആ സമയത്തും സന്തോഷിപ്പിച്ചു വിടുകയാണ്. അത്രത്തോളം സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിന്റെ വിഷമങ്ങളെ നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ മനുഷ്യത്വത്തിന്റെ മതം ഇസ്ലാമിക ശരീഅത്ത് എത്ര കൃത്യമാണ് സഹോദരന്മാരെ, സഹോദരികളെ, ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ ഈ രംഗത്തൊക്കെ കൃത്യമായ നിലക്കുള്ള നിയമനിർദ്ദേശങ്ങളാണ് പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ നിലക്ക് അവരുടെ മനക്ലേശം ലഘൂകരിക്കാനുള്ള ഒരാശ്വാസ വിഭവം തന്നെയാണിത് എന്ന് ചുരുക്കം. എല്ലാം കഴിഞ്ഞവർ പിരിഞ്ഞു പോകുമ്പോഴും അവരുടെ മനസ്സിന്റെ ആ ഒരു ഭാരം ലഘൂകരിക്കാൻ ഉതകുന്ന നിലക്കുള്ള ഒരു താൽക്കാലികമായ ആശ്വാസ വിഭവം തന്നെയാണിത്. അപ്പോ എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമികമായി ഈ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കഴിഞ്ഞ ഈ കാര്യത്തെ ഒരാളും കാറ്റിൽ പറത്താൻ പാടില്ല. വേറെ ചില ആളുകൾ പിന്നെ പെണ്ണുങ്ങളെ ഭാഗത്തൊക്കെ കൂടിയിട്ട് പറയും, കണ്ടോ ഇസ്ലാം തലാഖ് എല്ലാം പറഞ്ഞു, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് വഴിയാധാരാവല്ലേ, വഴിയാധാരാക്കല്ലേ ഇസ്ലാം ചെയ്യുന്നത്. ആര് പറഞ്ഞു? ഇവിടെ വഴിയാധാരാകുന്നുണ്ടോ? വഴിയാധാരാകുന്നുണ്ടോ? അതും പഠിച്ചു വെക്കണം. ഒരു പെണ്ണ് വിവാഹമോചിതയായി കഴിഞ്ഞാൽ പിന്നെ അവൾ തെരുവിൽ ജീവിക്കുകയാണെന്ന് അവരെ വിചാരം. ആ പെണ്ണിന് ബാപ്പുണ്ടാവില്ലേ? ആ സ്ത്രീയുടെ സംരക്ഷണ ചുമതല ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞിട്ടുണ്ട്. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവൾ ഭർത്താവിങ്കൽ നിന്ന് പിരിഞ്ഞു പോന്നാൽ ആ പെണ്ണ് തെരുവിൽ കഴിയേണ്ടവളല്ല, അവൾക്ക് ബാപ്പുണ്ടാവില്ലേ? ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അവളെ നോക്കേണ്ടത് അവളുടെ പിതാവാണ്. പിതാവില്ലെങ്കിൽ അവളുടെ ആങ്ങളമാരാണ്, ബന്ധപ്പെട്ട ആളുകളാണ്. ഇസ്ലാമിക ശരീഅത്തിൽ അതിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. വേറെ ചിലർ പറയും, കണ്ടോ ആ കുട്ടികളുള്ള പെണ്ണിനല്ലേ ത്വലാഖ് ചൊല്ലാൻ ഇസ്ലാം അനുവാദം കൊടുത്തത്, ആ കുട്ടികളുടെ ചെലവിന് ആര് വഹിക്കും, അവരും വഴിയാധാരായില്ലേ എന്നൊക്കെ പറയാറുണ്ട്. അതും വിവരക്കേടാണ്. കാരണം എന്താ? ആ കുട്ടികളുടെ ആജീവനാന്തമുള്ള സംരക്ഷണ ചെലവ് ഈ പുരുഷനാണെന്ന് ഇസ്ലാമിക ശരീഅത്ത് വേറെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ചെലവിന് കൊടുക്കേണ്ടത് ഇവന്റെ കുട്ടികളല്ലേ, ഇയാളല്ല പിതാവ്, അയാൾ ചെലവിന് കൊടുക്കണം എന്നും അത് വരെ ആരുടെയോ ഓശാരായിട്ട് പറഞ്ഞോന്നല്ല, അള്ളാഹ് നിശ്ചയിച്ച നിയമമാണ്.
കൃത്യമായി ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ഇവിടെ ഇസ്ലാം ത്വലാഖ് അനുവദിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞിട്ട് പെണ്ണിനെ പീഡിപ്പിക്കുന്നു, പെണ്ണിനെ വഴിയാധാരമാക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് മാന്യതയ്ക്ക് നിരക്കാത്ത ദുഷ്പ്രചരണം മാത്രമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. മാത്രല്ല, ഇനി വേറൊരു മാനുഷികമായൊരു വശവും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട ഒരു സ്ത്രീയോട് നിങ്ങൾ ചോദിക്ക്, എന്ത് ആജീവനാന്തം പഴയ പുതിയാപ്പളുടെ ചെലവ് പറ്റി ജീവിക്കുന്നവര് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു പെണ്ണിനോട് ചോദിച്ചാൽ ആ പെണ്ണെന്താ പറയാ, എനിക്ക് വേണ്ട അയാളത്. ഏതൊരു പെണ്ണാ അത് ഇഷ്ടപ്പെടുക? ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ആ ഭർത്താവിന്റെ ആജീവനാന്തം അയാളെ ചെലവും പറ്റി ജീവിച്ചോളാം, വേറൊരു കല്യാണം വരെ അയാളെ ചെലവും പറ്റി ജീവിച്ചോളാം. മാന്യതയുള്ള ഒരു സ്ത്രീക്കും അത് ഇഷ്ടാവൂല. അവളുടെ കുടുംബത്തിന്റെ തണലിൽ ജീവിക്കാനാണ് ഏതൊരു സ്ത്രീയും ഇഷ്ടപ്പെടുക. അതതിന്റെ മറ്റൊരു വശമാണ്. ഈ സ്ത്രീകളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കാതെ പോയ ചില യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരന്മാരെ, ഇതിന്റെ മറ്റൊരു നേരത്തെ പറഞ്ഞൊരു വശം ഇനി പറയാനുള്ളത്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കണം. ഒന്ന്, ഈ ഖുൽഉ എന്താണ്? ഖുൽഉ ഞാൻ നേരത്തെ പറഞ്ഞു, അവർ തിരിച്ചു കൊടുത്തിട്ട് വിവാഹമോചനം നേടുന്ന രീതിയാണ്. അതുപോലെ തന്നെ ഫസ്ഖ് എന്നൊരു സമ്പ്രദായം ഉണ്ട്. അതുപോലെ തന്നെ വേറെയും കുറെ സമ്പ്രദായങ്ങളുണ്ട്. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന സമ്പ്രദായങ്ങളാണ്. അത് സംബന്ധമായൊക്കെ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിധികളും നമുക്ക് നമ്മുടെ അടുത്ത വിവരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കണം, നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരുന്ന ഇസ്ലാമികമായ നിയമങ്ങളെ ഒരു രൂപത്തിലുള്ള വക്രീകരണങ്ങളും ഇല്ലാതെ ദുർവ്യാഖ്യാനങ്ങളും ഇല്ലാതെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ ഇരിക്കുക. സാന്ദർഭികമായി എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയാനാണ് ഇനി ഒരു അല്പസമയം ഞാൻ ചെലവഴിക്കുന്നത്. അതായത്, ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ മാസം റജബ് മാസമാണ്. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഈ അടുത്ത ദിവസങ്ങളിലായി ധാരാളക്കണക്കിന് ഇസ്ലാമികമല്ലാത്ത പല കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത്, ചില ആളുകൾ പറയുന്നു, ഒന്ന്, റജബ് മാസം ആയിക്കഴിഞ്ഞാൽ റജബിന്റെ 1-ാമത്തെ രാവ് മുതൽ, റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ ആ റജബ് മാസത്തിന്റെ 1-ാമത്തെ രാവ് മുതൽ നമ്മൾ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നിങ്ങനെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന നിലക്ക് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് കേൾക്കാം. അതായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവേ നീ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ, ശഅബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ, വബല്ലിഗ്നാ റമളാന റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അത് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രചരണം സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്വഹീഹായ കുറ്റമറ്റ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്വഹീഹായ ഹദീസേ അല്ല. ഇത് ദുർബലമായ ഹദീസാണ്. പണ്ഡിത ലോകം ഈ ഹദീസിന്റെ സനദിൽ പറഞ്ഞ ആളുകളെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ്, ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി നടക്കലും സുന്നത്തില്ല. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ. അർത്ഥം എന്താണ്? അർത്ഥത്തിനൊന്നും കുഴപ്പമില്ല. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് തരികയും റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും വേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന നിലക്ക് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതാണ്. നേരെ മറിച്ച് ഇപ്പൊ ഒരാൾ പറയണം, ഒരാളുടെ മനസ്സിന്റെ ആഗ്രഹം, നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്താ ആഗ്രഹം? റമളാൻ മാസത്തിൽ ഞങ്ങളെ എത്തിക്കണേ. അത് നമുക്ക് എപ്പോഴും തേടാം.
റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേന്ന് നമുക്ക് എപ്പോഴും തേടാം. അതിപ്പോ റജബ് 1-ാം തീയതി മുതൽക്ക് തേടേണ്ട തേട്ടൊന്നല്ല. അതിപ്പോ കഴിഞ്ഞ ജമാദുൽ അവ്വലിലും തേടാം, ജമാദുൽ ആഖറിലും തേടാം. മുൻഗാമികളായ സച്ചരിതരായ ആളുകളുടെ ചരിത്രങ്ങളിൽ കാണാം, അവർ പരിശുദ്ധ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ, മുൻഗാമികൾ കാന സലഫു, സച്ചരിതരായ മുൻഗാമികൾ, അവർ പരിശുദ്ധ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ത്? 6 മാസം അവർ തുടർച്ചയായി അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കും. എന്തിന്? കഴിഞ്ഞ റമദാനിൽ അനുഷ്ഠിച്ച കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേന്ന്. പിന്നെ വരുന്ന 6 മാസം അവരെന്തിനാ പ്രാർത്ഥിക്കുക? റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ, കഴിഞ്ഞ റമദാനിൽ ഉള്ളത് സ്വീകരിക്കണേന്ന് 6 മാസം തേടും. പിന്നെ 6 മാസത്തെ തേട്ടെന്തിനാണ്? നീ വരാൻ പോണ റമദാനിലും ഞങ്ങൾ ഉണ്ടാവണേ, ഞങ്ങൾക്ക് ഇബാദത്തൊക്കെ ചെയ്യാൻ തൗഫീക്ക് തരണേ, ആഫിയത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ചെയ്യാം. അതേ അവസരത്തിൽ റജബ് കണ്ട് പറഞ്ഞാൽ ഈ പ്രാർത്ഥന കണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിലക്ക് ഒരു റിപ്പോർട്ട് അത് സഹീഹായ നിലക്ക് വരാത്തത് കൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രത്യേക ദുആ നമുക്ക് പ്രത്യേകം സുന്നത്തില്ല. ഇതിന് പുറമെ, ഇതാണ് ഇപ്പൊ അതിന്റെ ഒരു വശം. ഇനി ഇതിന് പുറമെ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ പല ആളുകളും വളരെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് റജബിലെ ദിക്റുകൾ. റജബിലെ ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് ചില ദിക്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിലെ 3 പത്തുകളിൽ ചൊല്ലാൻ പറഞ്ഞത് നോക്കണം നിങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള കളവാണിത്. ആലോചിച്ചു നോക്കണം. ഗൗരവം മനസ്സിലാക്കാതെ നമ്മൾ ഫോർവേഡ് ചെയ്യരുത്, സെൻഡ് ചെയ്യരുത്. നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തും കിട്ടുന്നതൊക്കെ വാരി വലിച്ചിങ്ങനെ അയക്കാൻ നിൽക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ നിയമം? മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താ കൊടുക്കുന്നത്? ആദ്യത്തെ 10 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 100 തവണ ആദ്യത്തെ 10 ചൊല്ലേണ്ടതാണ് പോലും. 2-ാം 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് 100 വട്ടം. 3-ാം 10 സുബ്ഹാനല്ലാഹിർ റഊഫ് 100 വട്ടം. ഇത് ചൊല്ലുന്നവർക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. ആരാ ഇയാളോട് ഇത് പറഞ്ഞത്? ആരാണിത് ബോധ്യപ്പെടുത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ മതിയോ? എത്ര ഗൗരവമാണത്! അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളവുകൾ ഇതാ വരും ദിനങ്ങളിൽ നിങ്ങളുടെ വാട്സാപ്പുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വരാൻ പോകുന്നു. ശ്രദ്ധയിൽപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇപ്പോഴേ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ആചരണം റജബ് മാസത്തിൽ, കഴിഞ്ഞ ജമാദുൽ അവ്വൽ മാസത്തിനില്ലാത്തൊരു പ്രത്യേകത റജബിന് എന്തേ ഉള്ളൂ എന്നറിയോ? ഇത് ആദരണീയ മാസങ്ങളിൽപ്പെട്ടതാണ്. യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 എണ്ണം പ്രത്യേകം പവിത്രമാക്കപ്പെട്ടത്. അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ്. ആ മാസമാണ് എന്നതല്ലാതെ ഈ റജബിൽ ഇതിന്റെ ആദ്യത്തിലോ അവസാനത്തിലോ പ്രത്യേകമായ നിസ്കാരമോ പ്രത്യേക നോമ്പോ പ്രത്യേകം ദിക്റുകളോ പ്രത്യേകം ഉംറയോ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഒരു ശ്രേഷ്ഠതയോ റജബ് മാസത്തെ സംബന്ധിച്ച് സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും വന്നിട്ടേ ഇല്ല എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. റജബിന് യാതൊരു പ്രത്യേകതയും വേറൊന്നുമില്ല. ഇത് ആദരണീയ മാസങ്ങളുടെ കൂട്ടത്തിൽ റജബ് പെടുന്നു. അത് പ്രത്യേക ഇബാദത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ നീണ്ട സ്വലാത്ത്. ശൈഖ് ജീലാനി റജബ് ആദ്യത്തെ രാവിൽ ഓതേണ്ട ജീലാനി തങ്ങളുടെ ദുആ എന്ന് പറഞ്ഞിട്ട് വേറൊരു ദുആ. ഇതൊക്കെ ഈ രംഗത്ത് റജബിൽ പ്രത്യേകം പറയേണ്ടതെന്ന നിലക്ക് പറയാൻ യാതൊരു അടിസ്ഥാനവും ഇല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തമമായ ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായത് അതിൽ പുത്തനായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ മതരംഗത്തുണ്ടാക്കപ്പെടുന്ന നവീനവാദങ്ങളും ബിദ്അത്തുകളാണ്, അനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ അനാചാരങ്ങളും വഴികേടുകളാണ്. വഴികേടുകൾ
സ്വർഗത്തിലേക്കല്ല എത്തിക്കുക, നരകത്തിലേക്കാണ്. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. അതുകൊണ്ട് റജബ് പിറന്നപ്പോ മുതൽക്ക് ചില രൂപത്തിലുള്ള പ്രചരണങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട്. നാം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, സത്യം സത്യമായി ഉൾക്കൊള്ളുക, അതിനെ സ്വീകരിക്കുക, അസത്യത്തെ അസത്യമായി തന്നെ കണ്ടുകൊണ്ട് അതിനെ തിരസ്കരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനോടുകൂടെയുള്ള ജീവിതം, ഏറ്റവും ഉപകാരപ്രദമായ അറിവും ഈമാനികമായ വർധനവും എല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.